ടാറ്റ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള വിമാന കമ്പനിയായ എയർ ഇന്ത്യ വീണ്ടും വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. വനിതാ ക്യാബിൻ ക്രൂ അംഗങ്ങൾക്കായി പുതുതായി ഡിസൈൻ ചെയ്തിരിക്കുന്ന യൂണിഫോമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം. ടാറ്റ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള വിമാന കമ്പനിയായ എയർ ഇന്ത്യ വീണ്ടും വിവാദങ്ങൾക്ക് കാരണമായിരിക്കുകയാണ്. വനിതാ ക്യാബിൻ ക്രൂ അംഗങ്ങളുടെ പുതിയ യൂണിഫോമാണ് ഈ പൊല്ലാപ്പിന് കാരണം. സെലിബ്രിറ്റി സ്റ്റൈലിസ്റ്റ് മനീഷ് മൽഹോത്രയാണ് ഈ യൂണിഫോം രൂപകൽപ്പന ചെയ്തത്. പാന്റിനോടൊപ്പം റെഡി ടു വെയർ സാരിയും ബോട്ട് നെക്ക് ബ്ലൗസും ഉൾപ്പെടുത്തിയതാണ് പുതിയ യൂണിഫോം. പാരമ്പര്യത്തിന്റെയും ആധുനികതയുടെയും മിശ്രിതമായാണ് ഈ ലുക്ക് അവതരിപ്പിച്ചത്. ക്രൂ അംഗങ്ങൾക്ക് അനുയോജ്യമായ തരത്തിലാണ് പുതിയ യൂണിഫോം രൂപകൽപ്പന ചെയ്തത്. പക്ഷേ ഈ വസ്ത്രം സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനമാണ് വാങ്ങിക്കൂട്ടിയത്. ഇത് രണ്ട് വള്ളങ്ങളിൽ കയറി വീഴാൻ പോകുന്നത് പോലെയാണെന്നും പുതിയ യൂണിഫോമിന് സാരിയുടെ ഭംഗിയോ പാന്റിന്റെ സ്മാർട്ട്നെസ്സോ ഇല്ലെന്നും പലരും വിമർശിക്കുന്നുണ്ട്. മനീഷ് മൽഹോത്ര എയർ ഇന്ത്യയും അതിന്റെ ഉപഭോക്താക്കളെയും ട്രോളുകയാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ അദ്ദേഹത്തിന് സാരിയോട് വെറുപ്പായിരിക്കാം. എന്തായാലും വളരെ മോശമാണ്. ഈ യൂണിഫോം വളരെ വിചിത്രമാണെന്ന് പലരും പറയുന്നു. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് ക്യാബിൻ ക്രൂ അംഗങ്ങൾക്ക് പുതിയ ഡിസൈനിലുള്ള യൂണിഫോം അവതരിപ്പിക്കുമെന്ന് എയർ ഇന്ത്യ പ്രസ്താവനയിലൂടെ അറിയിച്ചത്. എയർ ഇന്ത്യയുമായുള്ള സഹകരണത്തെക്കുറിച്ച് മനീഷ് മൽഹോത്ര പ്രതികരിക്കുകയുണ്ടായി. ഇന്ത്യയുടെ വൈവിധ്യമാർന്ന സംസ്കാരത്തെയും പാരമ്പര്യത്തെയും സത്ത ഉൾക്കൊണ്ടുള്ള യൂണിഫോം സൃഷ്ടിക്കുകയായിരുന്നു ലക്ഷ്യമെന്നും അതിനോടൊപ്പം തന്നെ മോഡേൺ ലുക്കും ചേർത്തെന്നായിരുന്നു അദ്ദേഹം വിശദീകരണം നൽകിയത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.